താങ്ക് യു. വിനയൻ സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് എപ്പോൾ സ്റ്റേജിൽ കയറി എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കണ്ണ് നമുക്ക് കാരണം ഞാൻ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമയെ സ്നേഹിക്കുന്നത്, അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമ ചെയ്യാനായിട്ട് ഓരോ സിനിമയും അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ്. ആദ്യം എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. വളരെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നു എല്ലാവരും ഇതിലെ കാസ്റ്റിംഗ് വരെ വളരെ ഷോർട്ട് നോട്ടീസ് അങ്ങനത്തെ പരിപാടിയായിരുന്നു. വേറെ ഒന്നല്ല, നമ്മുടെ പ്രൊഡ്യൂസർ ഷാൻഡോയ്ക്ക് 21 തിരിച്ച് മസ്കറ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ടൈറ്റിൽ ലോഞ്ചും പരിപാടികളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസിൽ എല്ലാവരും അറിയിച്ചിട്ടും എല്ലാവരും പെട്ടെന്ന് തന്നെ എത്തി സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിഗ് താങ്ക് യു. എന്നെ ഈ സിനിമയിൽ 5 ദിവസം മുമ്പല്ല കേട്ടോ കാസ്റ്റ് ചെയ്തത്. ഇവിടെ 2018 അല്ലേ? 2018 എൻ്റെ അടുത്ത് അഭിലാഷ് വന്നൊരു സ്റ്റോറി പറയുന്നത്. ഈ സിനിമയുടെ സ്റ്റോറി അല്ല, വേറൊരു സിനിമയായിരുന്നു. ഇച്ചിരി കൂടി ബഡ്ജറ്റ് വൈസ് ഇച്ചിരി കൂടിയ സിനിമയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമായിരിക്കും, ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ 2018 ഒരു നല്ല ഉഗ്രൻ സ്ക്രീൻ പ്ലേ ആയിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് അഭിലാഷ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു സിനിമ ഇറങ്ങിയും ഏകദേശം ആ സിനിമയോട് സാമ്യമൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കപ്പോൾ ചെയ്യേണ്ട പിന്നീട് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ മാറിയതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോവിഡിൻ്റെ ടൈമിലാണ് എൻ്റെ അടുത്ത് ഡോസിൻ്റെ കഥ എന്ന് പറയുന്ന സ്ക്രീൻ പ്ലേ. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. പക്ഷെ നമുക്കറിയാലോ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് എന്താ പറയുക ഫേസിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ കൂടി ഈ പറയുന്ന ജിതേഷ് നമ്മുടെ അനിയനാണ്, അവനും ഇതുപോലെ എൻ്റെ അടുത്തൊരു സ്റ്റോറി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ ബഡ്ജറ്റ് കൂടി 19ാം നൂറ്റാണ്ട് കഴിഞ്ഞ സമയത്താണ് ഇതൊക്കെ ഒന്ന് പറയുന്നത്. ഇതൊക്കെ ബഡ്ജറ്റ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയുക പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് വന്ന് പ്രൊഡ്യൂസറിനെ അഭിലാഷിന് കൈമാറുകയും അങ്ങനെയാണ് ഈ സിനിമ ഓണാവുന്നത്. ഒരുപാട് താങ്ക് യു ജിതേഷ്. അങ്ങനെ സിനിമയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല. കാരണം ഞാൻ പരിചയപ്പെട്ടേക്കുന്ന ഒരുപാട് ഈ പറയുന്നത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ പേരും. കാരണം ഇപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും നമ്മൾ ആദ്യമേ മേളിലെത്തണം എന്നൊക്കെയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷെ എന്താ പറയുക, സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് കിട്ടി. റോണി ചേട്ടൻ, സഞ്ജു, അനൂപ്, അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് കിട്ടി. അപ്പൊ സൗഹൃദമാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്. സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള സൗഹൃദവും ഒരുപാട് പേരുണ്ട്. അപ്പൊ താങ്ക് യു എവ്രി വൺ. ഇവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഈ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ട് ഇരുന്നതിന് ഒരുപാട് താങ്ക് യു. വിനയൻ സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് എപ്പോൾ സ്റ്റേജിൽ കയറി എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കണ്ണ് നമുക്ക് കാരണം ഞാൻ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമയെ സ്നേഹിക്കുന്നത്, അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമ ചെയ്യാനായിട്ട് ഓരോ സിനിമയും അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ്. അപ്പോൾ 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ എൻ്റെ കരിയറിൽ തന്നെ സംഭവിച്ച ഏറ്റവും വലിയൊരു സിനിമയാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും ഒക്കെ പകർന്ന സിനിമയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും താങ്ക് യു സാർ, എന്നെ സിനിമയിൽ കാസ്റ്റ് ചെയ്തത്. ഞങ്ങളിപ്പോൾ വലിയൊരു പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതോടെ തന്നെ ഉണ്ടാവും. ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിന്റെ കാര്യത്തിലാണ്. താങ്ക് യു സാർ, ഇന്നിവിടെ വന്ന് ഈ ഒരു വേദി ഇത്രത്തോളം മനോഹരമാക്കിയതിന് ഒരുപാട് താങ്ക് യു. പിന്നെ കലൈ 19ാം നൂറ്റാണ്ടിൽ എന്താ പറയുക, ഞാൻ എല്ലാം പെട്ടെന്ന് പഠിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവരൊരു സപ്പോർട്ട്, ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം കലയാൻ ബാലാജി ഇടത്തും വലത്തും നിന്ന് എന്നെ എന്താ പറയാ, നമ്മളിപ്പോ ഞാൻ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല, ഞാൻ എഫേർട്ട് ഇടാൻ തയ്യാറാണ്. പക്ഷെ ഈ ഫൈറ്റ് ചെയ്യുന്ന പരിപാടിക്ക് കുറച്ച് ചെറിയ ടെക്നിക്കുകളും ചെറിയ നാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. വെറുതെ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല. അതിന്റെ ടെക്നിക്കാലിറ്റീസും ചെറിയ നാക്കുകളൊക്കെ ഇവരാണ് എനിക്ക് പകർന്നത്. അപ്പോൾ ആ ഒരു സിനിമ എനിക്ക് തന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് കലൈ. പിന്നെ സുപ്രീം മാസ്റ്റർ അല്ല നിങ്ങള്, കലൈ ഇപ്പോൾ ഗംഭീര മാസ്റ്ററായി വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു ഫോർ ജോയിനിങ് ഈ ഒരു സിനിമയുടെ ഭാഗമാകാനായിട്ട്. അപ്പൊ എനിക്ക് സംശയമായിരുന്നു, ഞാൻ അഭിലാഷത്ത് കലൈ ചെയ്യൂ, ഇങ്ങനെ നമ്മൾ
ഒരു സിനിമയിൽ കലയൊക്കെ ഒന്ന് ചെയ്യുമോ, കല ഇപ്പം മാർക്കൊക്കെ ചെയ്ത് വലിയ പടങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ചെയ്യുമെന്നുള്ളത്. ഒരുപാട് നന്ദി കേട്ടോ ജോണി, എന്റെ ഗോപിച്ചേട്ട. നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹ്യൂജ് ഫാനാണ്. ഒരുപാട് എന്താ പറയാ പാട്ടുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ച അപ്പൊ ഈ സിനിമയിലൂടെയും എന്താ പറയാ എൻ്റെ സിനിമയിലും ചേട്ടൻ്റെ പാട്ടുണ്ടായാലും ഒരുപാട് താങ്ക് യു. പിന്നെ റോണി ബ്രോ താങ്ക് യു. ഞങ്ങളിപ്പോ ഡിറ്റക്റ്റീവ് വെച്ച് എന്താ പറയാ ചെയ്ത് കഴിഞ്ഞ് വന്നുള്ളൂ. തന്ത്രങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ചേട്ടൻ പഠിച്ചു എന്നുള്ളൂ. എനിക്കിപ്പോഴും തന്ത്രങ്ങൾ അറിയില്ല. എന്താ പറയാ എന്ത് കാര്യവും ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ തന്ത്രമൊന്നുമില്ല, എൻ്റെ ആത്മാർത്ഥതയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം തന്നെയാണ് എൻ്റെ തന്ത്രം, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും താങ്ക് യു സഞ്ജു, താങ്ക് യു. ഞങ്ങള് 2014 ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറയുന്ന സിനിമ തൊട്ട് ഉള്ള സൗഹൃദമാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നു. ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ഒരുപാട് പരിചയമുള്ള മുഖങ്ങളുണ്ട്. അശ്വിൻ ഹായ്, നമ്മുടെ അടുത്ത സിനിമയിൽ വെച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ കമ്മിങ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ദൃശ്യ ഹാപ്പി വെഡിങ്ങിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സിനിമയാണ്. 9 വർഷമായി ഒരുമിച്ച് സിനിമ ചെയ്തിട്ട്. അപ്പൊ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. ഇവരെയൊക്കെ ചുമ്മാ പരിചയമുള്ളത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല സിനിമയിലേക്ക് സെലക്ട് ചെയ്തത്. പ്രോപ്പറായിട്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് അതിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് 5 ദിവസം മുമ്പേ സെലക്ട് ചെയ്തോളുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഉഗ്രൻ സിനിമയായിരിക്കും ഡോസ് എന്നുള്ള തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ കൃഷ താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് മൂവി. റോന്തിൽ ഉഗ്രൻ പ്രകടനമായിരുന്നു. അപ്പോൾ താങ്ക് യു, ഇതിലും ഉഗ്രൻ പ്രകടനമായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല പെർഫോമേഴ്സിനൊക്കെ വെച്ചിട്ടുള്ളൊരു ഉഗ്രൻ സിനിമയായിരിക്കും ഈ സിനിമ എന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ ഇത്രയും പറഞ്ഞ പോലെ സാധാരണ എനിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇത്രയൊന്നും സംസാരിക്കാൻ പറ്റാറില്ല. പക്ഷെ ഇന്നെന്തോ സംസാരിക്കണമെന്ന് തോന്നി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ സ്റ്റേജിലേക്ക് കയറുന്നത്. താങ്ക് യു എല്ലാവർക്കും. ഒരു ശുഭസായം നേരുന്നു. അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ് താങ്ക് യു. നിങ്ങളാണ് ഈ സിനിമ ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ടത്, തീർച്ചയായിട്ടും എത്തിക്കുക. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തേക്കുന്ന പുതുമുഖ സംവിധായകരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത്. ഞാൻ വിനയൻ സാറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ജീത്തുവിൻ്റെ കൂടെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെയ്തേക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഇസ് വെരി ഡിഫറെൻറ്റ്. എന്താ പറയുക, ഭയങ്കര ജീവിതത്തിൽ ഒരു എന്താ പറയുക ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു സിനിമ പഠിക്കാനായിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിലും പോയാൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് എനിക്ക് ഈ ഒരു കോൺഫിഡൻസ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആ സിനിമ തന്നെയാണ് ആ കോൺഫിഡൻസ്. ആ സിനിമയെ എല്ലാവരും നെഞ്ചിലേറ്റിയത് കൊണ്ട് തന്നെയാണ് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത്. താങ്ക് യു എവ്രി വൺ. അതുപോലെ തന്നെ അഭിലാഷ് നമുക്ക് പൊളിക്കാം. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു. സാധാരണ എല്ലാവരും സിജി വിൽസൺ കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സ് ഒന്ന് ആലോചിക്കും, സാറ്റലൈറ്റ് വാല്യൂ, മറ്റേ വാല്യൂ, OTT റൈറ്റ്സ്, മറ്റേത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇവര് സബ്ജക്റ്റ് കേട്ടിട്ട് സബ്ജക്റ്റ് നോക്കിയിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തത്. ഒരുപാട് നന്ദി. അതുപോലെ തന്നെ അവരൊരു ഫസ്റ്റ് സിനിമാറ്റിക് പിക്ചേഴ്സിന്റെ ഒരു ലോഞ്ചും കൂടിയായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ തന്നെ വണ്ടർ മൂഡ്സ് പ്രൊഡക്ഷൻ, അതുപോലെ മസ്കറ്റ് മൂവി മേക്കേഴ്സ്, വിൽസൺ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് എൻ്റെ പ്രൊഡക്ഷൻ ബാനറാണ്. ഞാനും ചെറിയൊരു ഭാഗമാണ്. ഞാനും റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാണ്. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ സിനിമ നെറ്റ്വർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. പിന്നെന്താ പറയുക, സിനിമ ഏറ്റവും വൃത്തിയായി ഭംഗിയായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. കാരണം ഇതിന് സപ്പോർട്ടീവായിട്ട് ഒരുപാട് ടെക്നിക്കൽ ടീംസ് നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും. ഒരു ഉഗ്രൻ സിനിമയായിരിക്കും. കാരണം അഭിലാഷ് ത്രില്ലേഴ്സിന്റെ ആളാണ്. നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഡോസ് അല്ലാതെ ഡബിൾ ഡോസ് ആയിരിക്കും. താങ്ക് യു വെരി മച്ച്. നസീച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആദ്യമായിട്ടായിരിക്കും സ്റ്റേജിൽ വന്നിട്ട് ഇത്രയും സംസാരിക്കുന്നത്. പക്ഷേ ഗുരുതുല്യനായിട്ടുള്ള വിനയൻ സാറിൻ്റെ ഒരു മോട്ടിവേഷനാണ് അദ്ദേഹത്തിന്. ഇത്രയും നല്ല വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചൊരു അഭിനേതാവ് എന്ന നിലയിൽ ഇത്രയെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അല്ലേ എങ്ങനെയാണത് കംപ്ലീറ്റ് ആവുക. അത് മാത്രമല്ല, ശ്രീചേട്ടൻ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്ത വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഒരിക്കലും ഈ സിനിമയിലെ അഭിനേതാവ് എന്ന രീതിയിലല്ല
ചേച്ചിയാണ് ഇവിടെ സംസാരിച്ചത് അല്ലേ. എല്ലാവരെയും വന്നിട്ടുള്ളവരും നമ്മുടെ സിനിമയോട് ചേർന്ന് നിൽക്കുന്നവരും തുടങ്ങി എല്ലാവരെയും എടുത്തെടുത്ത് പറഞ്ഞ് അവരോടുള്ള ഒരു സ്നേഹവും നന്ദിയുമാണ് ചേച്ചിയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത്. അത് എനിക്ക് മാത്രമാണോ തോന്നിയതോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയെങ്കിൽ അദ്ദേഹത്തിനോട് നല്ലൊരു കൈയടി കൊടുക്കാം. എൻ്റെ ഒരു വലിയ വിജയമായി തീരട്ടെ. പിന്നെ എത്ര സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരെ എവിടെയൊക്കെ വന്നാലും കഴിവുള്ളവനെ ലോകം അംഗീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. അതിനൊരു തെളിവ് കൂടെയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തട്ടെ. ഞാൻ വിചാരിച്ചു ക്ഷയിക്കേണ്ടി ഞാൻ ഇരിക്കുന്നു. അല്ല, ഞാൻ സെൽഫിഷ് എന്ന് പറയുന്നത് നമ്മള് സിനിമയിലുള്ളവരെ മാത്രം ഉദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാവരും സെൽഫിഷാണ്. എല്ലാവരും അവരവരുടെ കാര്യം എന്നുള്ളൊരു ഇതിലാണ്. ആ സെൽഫിഷ്നെസ് അധികം കാര്യമില്ലെന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഈ കഴിഞ്ഞ കുറെ ദുരന്തങ്ങൾ അനുഭവിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഇതിലൊന്നും കാര്യമില്ല. അത്രയും സെൽഫിഷായിട്ടൊന്നും മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് വേറൊരു ഫാക്ടർ എന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ സൂരജിന് ഞാൻ വിട്ടുപോയിട്ട്, സൂരജ് ടോം, താങ്ക് യു. അദ്ദേഹമാണ് ഈ പ്രൊഡക്ഷന്റെ ആദ്യത്തെ അല്ലെ നിങ്ങളുടെ ആദ്യത്തെ സംരംഭത്തിന് തുടക്കമിട്ടത്. അത് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും സിനിമ സക്സസ് ആകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു മനോധൈര്യമാണ് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ സൂരജ്, അത് നിങ്ങൾ വിജയിച്ചു. താങ്ക് യു. നിങ്ങളത് വിജയിപ്പിച്ചില്ലാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ എല്ലാവർക്കും നന്ദി കേട്ടോ. താങ്ക് യു സോ മച്ച്. ജഗദീഷ് ഞങ്ങളിപ്പോൾ ഡിറ്റക്റ്റീവ് വിജിലൻസിൽ ഒരുമിച്ച് സ്ക്രീൻ ടൈം ഒരുമിച്ച് സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും സക്സസ്ഫുൾ ആയ ഒരു സിനിമയുടെ ഭാഗമാണ്. അപ്പോൾ ജഗദീഷ് ചേട്ടനും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ അറിയാൻ പാടില്ല, ചിലപ്പോൾ ജഗദീഷ് ചേട്ടൻ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ സിനിമയും സക്സസ് ആകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ അശ്വിനെ കുറിച്ച് പറയണോ, ഗംഭീര പെർഫോമറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജയിക്കുമെന്റെ സ്വർഗരാജ്യം എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും ഉഗ്രമായിട്ട് പെർഫോം ചെയ്തൊരു പെർഫോമറാണ്. അപ്പോൾ ഈ സിനിമ പെർഫോമേഴ്സിന്റെ ഒരു സിനിമയാണ്. അതിൽ ഇപ്പോൾ സിജു വിൽസൺ എന്ന് പറയുന്ന ഈ സ്റ്റാറോ അങ്ങനെയൊന്നുമല്ല. ഞാൻ എന്നെ സ്റ്റാറായിട്ടൊന്ന് കാണാനൊന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പെർഫോമർ അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഉഗ്രം പെർഫോമൻസ് ഒക്കെ ഉള്ള നല്ലൊരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അശ്വിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അശ്വിനെ ഞാനും കൂടി ഇതുപോലെ തന്നെ വേറൊരു സിനിമയിൽ ഒരുമിച്ച് ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചത്. ആ സിനിമയിൽ നടന്നില്ല. പക്ഷേ ഈ സിനിമയിലാണ് ഒരു ഭാഗ്യം ലഭിച്ചത്. ഇന്ന് ഇവിടെ എത്താൻ സാധിച്ചല്ലോ അശ്വിൻ. അപ്പോൾ എന്തായാലും ഒരു ഉഗ്രം സിനിമയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. ഞാൻ സംസാരിക്കുന്നില്ല എന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. താങ്ക് യു വെരി മച്ച്. ഇപ്പം ചേച്ചിയുടെ സൂചിപ്പിച്ച പോലെ തന്നെ ജഗദീഷ് ചേട്ടനും അശ്വിൻ കുമാർ അവർക്ക് രണ്ടുപേർക്കും എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമയ്ക്കുള്ള എല്ലാ വിജയങ്ങളും ആശംസകളായിട്ട് തന്നെ അവർ രണ്ടുപേരും ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അതിലൊരു വലിയ സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പാക്ക് ഓഫ് പെർഫോമേഴ്സിന്റെ ഒരു സിനിമയാണ് അല്ലെ ഡോസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഡബിൾ ഡോസിന് മുകളിലേക്ക് പോട്ടെ എന്നുകൂടെ കുറച്ച് ഡോസ് കൂടിയ രീതിയിൽ